അമ്മേ എന്തു നോക്കിയേക്കുവാ? ആ ഓട്ടോ എടുത്തോണ്ട് വേഗം വാ. ആ ശരി ശരി. മോളെ ഇങ്ങോട്ട് വാ, ഇവരോട് എന്തിനാ സംസാരിക്കുന്നേ? എന്റെ ദൈവമേ. അതെ, താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്തിന്? എന്നെ ഇഷ്ടമാണെന്ന് ഇപ്പൊ സമ്മതിച്ചില്ലേ? ഏയ്, ഞാൻ എപ്പോഴാ പറഞ്ഞേ? ഇപ്പോഴല്ലേ നീ അവരോട് പറഞ്ഞത് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. ഇങ്ങോട്ട് നോക്ക്, അവർ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ, അത്രയ്ക്ക് വെറുപ്പാ. അതുകൊണ്ട് ആ ഇറിറ്റേഷനിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എന്റെ അടുത്ത് വേഷം കെട്ടണ്ട. എന്റെ മുന്നിൽ ഇനി വരരുത്. ഓക്കെ, ഗുഡ് ബൈ. ഞാൻ വരില്ല. രാത്രി ഫോൺ ചെയ്യാം, അപ്പൊ സംസാരിക്കാം. എന്താ? ഫോൺ ചെയ്യാന്ന്, അപ്പൊ സംസാരിക്കാന്ന്. നിന്റെ നമ്പർ എനിക്കറിയില്ല, പക്ഷെ നിന്റെ മുത്തശ്ശിയുടെ നമ്പർ അറിയാം. നമ്പർ പറയട്ടെ. 984888. ഇതാണ് എന്റെ നമ്പർ. നീ കൃത്യം 8 മണിക്ക് തന്നെ എന്നെ വിളിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇല്ലെങ്കിൽ കറക്റ്റ് 8:01 ആവുമ്പോ തന്നെ നിന്റെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് ഞാൻ വിളിക്കും. മുത്തശ്ശി എന്തെങ്കിലും ചോദിച്ചാ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയും. പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം. ഫോൺ ചെയ്ത കൊന്നു കളയും ഞാൻ. നിനക്ക് വേണ്ടി എത്ര തവണ വേണമെങ്കിലും മരിക്കാൻ ഞാൻ എപ്പോഴേ റെഡി ആയിരിക്കുകയാണ്. രാത്രി മറക്കാതെ വിളിക്കണേ. സമയം മറക്കല്ലേ. 8 o'clock. ഓക്കെ? പോടാ. എന്ത് രസമായിട്ടാ ചീത്ത പറയുന്നത്. അയ്യോ, അവന് ശരിക്കും വട്ട. എന്തായാലും വിളിക്കും. നീ കൃത്യം 8 മണിക്ക് തന്നെ എന്നെ വിളിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇല്ലെങ്കിൽ കറക്റ്റ് 8:01 ആവുമ്പോ തന്നെ നിന്റെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് ഞാൻ വിളിക്കും. മുത്തശ്ശി എന്തെങ്കിലും ചോദിച്ചാ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയും. പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം. ഹലോ, ആരാ ഇത്? ഒരിക്കലും ഫോൺ ചെയ്യില്ല, അങ്ങനെ ഇങ്ങനെന്നൊക്കെ എന്നെ ചീത്ത പറഞ്ഞിട്ട് പോയതല്ലേ. ഇപ്പൊ ഫോൺ എടുത്ത് കൈ പിടിച്ചിട്ട് 8 മണിയാവാൻ കാത്തിരുന്ന പോലെ ഉണ്ടല്ലോ. ഫോണിന്റെ റിങ് കേൾക്കുന്നതിന് മുമ്പേ തന്നെ പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്തപ്പോ തന്നെ നീയും ഹലോ എന്ന് പറഞ്ഞു. അതെങ്ങനെയുണ്ട്? ഇതാ മോളെ, എനിക്ക് നിന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഈ പൈത്യം. ഓ, പൈത്യം എന്ന് പറഞ്ഞ ഭ്രാന്തൻ എന്നല്ലേ? കറക്റ്റ്. എന്റെ അവസ്ഥ ഇപ്പോ ഏറെക്കുറെ ഭ്രാന്ത് പിടിച്ച പോലെയാ. ഇങ്ങോട്ട് നോക്ക്, നിന്റെ അടവൊന്നും എന്റെ അടുത്ത് കാണിക്കണ്ട. എന്റെ സ്വഭാവം മാറും. അതിനിപ്പോ ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? നീയല്ലേ എപ്പോഴും എന്നോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ മനസ്സിലുള്ള മുഴുവൻ പ്രണയവും പറഞ്ഞില്ലേ? നീയല്ലേ ഒരു കാര്യവും പറയാത്തത്? ഏയ്, വെറുതെ അതും ഇതും പറയാതെ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. നിന്റെ മനസ്സിലുള്ളത് നീ മനസ്സിൽ തന്നെ വെച്ചോ, എന്നോടൊന്നും പറയണ്ട. മനസ്സിലുള്ളത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവുക? പറഞ്ഞല്ലേ പറ്റൂ. മനസ്സിലുള്ള സ്നേഹം മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചാ അത് പിന്നെ നീ എങ്ങനെ അറിയാ? ഏയ്, കൊന്നിടുവേ. ഓ, അങ്ങനെ പറഞ്ഞാ കൊല്ലുമെന്നല്ല അർത്ഥം. നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ നീ എന്നെ കൊന്നു കളഞ്ഞില്ലേ? ഞാനിപ്പോ പുനർജനിച്ചിരിക്കുക. നിന്നെ കണ്ടതിന് ശേഷം എനിക്കിപ്പോ പുതിയ ജീവൻ കിട്ടിയ പോലെ തോന്നുന്നു. നിന്നെ കാണുന്നതിന് മുമ്പുള്ള ജീവിതം വേറെയാ. നിന്നെ കണ്ടതിന് ശേഷം പുതുജീവൻ ലഭിച്ച് പുതിയതായി ജീവിക്കുന്നത് പോലെയുണ്ട്. നിനക്ക് ഭ്രാന്ത് കൂടിയെന്നാ തോന്നേ. എനിക്ക് ഭ്രാന്തൊന്നും കൂടിയിട്ടില്ല മോളെ. പ്രേമം അത് പൂത്ത് വിടർന്നിരിക്കുക ഇപ്പോ. നീ ഓക്കെ പറഞ്ഞ അതിനുശേഷം കുറെ കാര്യങ്ങൾ ചെയ്യാനില്ലേ? വീട്ടുകാരോട് സംസാരിക്കണം, താമ്പൂലത്തട്ട് കൈമാറണം, കല്യാണ ഏർപ്പാടുകൾ ചെയ്യണം. അയ്യോ, ശ്വാസം വിടാൻ പോലും സമയം കിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണ്ടേ? ഇങ്ങനെ വൈകിപ്പിച്ച എങ്ങനെയാ? ഏയ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. പ്രേമവുമില്ല, കല്യാണവുമില്ല. നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. നിനക്കെന്നോട് പ്രേമമുണ്ട്, അതെനിക്കറിയാം. പ്രേമവുമില്ല, മണ്ണാങ്കട്ട. മണ്ണാങ്കട്ടയൊന്നുമില്ല, പ്രേമം മാത്രം. എടാ, ഞാൻ നിന്റെ കാല് പിടിക്കാം, എന്നെ വിട്ടേക്കിടാ. അതിനൊരു സാധ്യതയില്ല.
വിട്ടുകളഞ്ഞ എന്റെ ജീവനും കൂടെ പോവും. ഏ വെറുതെ ഭ്രാന്ത് പറയല്ലേ. ഇപ്പൊ കണ്ടില്ലേ, എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോ നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ദേ നോക്ക്, നിന്നോട് മര്യാദക്ക് പറയാം, റിക്വസ്റ്റ് ചെയ്ത് പറയാം, പ്ലീസ് എന്റെ പുറകെ നടക്കരുത്. നീ നിന്റെ കാര്യം നോക്ക്. നിനക്ക് പറ്റിയൊരു നല്ല പെണ്ണ് എന്നെക്കാളും സൂപ്പർ ആയിട്ട് ഒരു പെണ്ണിനെ കിട്ടും. ഓക്കെ അല്ലേ? നീ ആ പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കെ. എന്നിട്ട് പിന്നെന്താ, കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കെ. അതൊക്കെ നിന്റെ ഇവിടെ മാത്രമേ ഉള്ളൂ മോളെ. ഏ നീ പിന്നെ എന്തിനെങ്ങനെ തുടങ്ങുന്നേ? ഞാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. നീയാ ഇനിയും തുടങ്ങാത്ത. ദയവീത് എന്റെ ലവ് ഓക്കെ പറ. ലവ്വും ഇല്ല ഒന്നുമില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഇതൊന്നും വേണ്ട. വലിയ പ്രശ്നമാകും, പറഞ്ഞേക്കാം. അപ്പൊ എന്താ പറയാൻ വരുന്നത്? എന്നെ പ്രേമിക്കില്ലെന്നാണോ? ചെയ്യില്ല. ശരി, കുഴപ്പമില്ല, വേണ്ട. എന്നാ ഫ്രണ്ട്ഷിപ്പ് ആവാം. അത് പിന്നെ ലവ് ചെയ്യാൻ പറ്റില്ലെന്ന് നീ പറഞ്ഞില്ലേ, അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സ് എങ്കിലും ആയിട്ടിരിക്കാലോ. നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്ലി ആവാം. എന്നാ മാത്രമല്ലേ നിനക്കെന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നിനക്കെന്നെ ഇഷ്ടമാകുമ്പോ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് പോലും നടക്കില്ല, മനസ്സിലായോ? അതെന്താണ്? ഫ്രണ്ട്സ് ആയാലിപ്പോ എന്താണ് പ്രശ്നം? അതെന്റെ ഇഷ്ടമാ. എന്താ നീ പറയുന്നത്? എല്ലാം നിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സോഷ്യൽ മീഡിയയില് ഫ്രണ്ട് റിക്വസ്റ്റ് തന്നാ നീ അക്സെപ്റ്റ് ചെയ്യില്ലേ? അങ്ങനെയുള്ളപ്പോഴാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്ലീസ് മോളെ, ഫ്രണ്ട്ഷിപ്പിനെങ്കിലും ഒന്ന് ഓക്കെ പറ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, പറ്റില്ല. പ്ലീസ് ഇതില് കൂടുതൽ എന്നെ ശല്യം ചെയ്യാതെ. ഇത് നല്ലതിനല്ല, പറഞ്ഞേക്കാം. ഇനി എനിക്ക് ഫോണൊന്നും ചെയ്യാൻ പാടില്ല, എന്റെ മുന്നിൽ വരാനും പാടില്ല. ബൈ. ഹലോ ഹലോ ഹലോ, ഒന്നുകൂടെ വിളിച്ചോക്കാം. ഇനി വേണ്ട. എന്റെ സ്നേഹം അവൾക്ക് ഒരിക്കലും ഒരു ടോർച്ചർ ആവാൻ പാടില്ല. ഞാൻ എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് 8 മണിക്ക് ഞാൻ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഫോൺ കയ്യിൽ പിടിച്ച് കാത്തിരുന്നത്. ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് കയറി പറ്റിയിട്ടുണ്ട്. ഗോവിന്ദ, നീ ഫിക്സ് ചെയ്തോടാ. ഇനി എന്തായാലും അവള് നിന്റെ തന്നെയാ. എനിക്ക് അവൾ സെറ്റാകൂലോ, എനിക്ക് അവൾ സെറ്റാകൂലോ. റൊമാൻസ് റൊമാൻസ് മനസ്സ് നിറയെ, റൊമാൻസ് റൊമാൻസ് മനസ്സ് നിറയെ. ഇവൻ തന്നെത്താനെ നിന്നിങ്ങനെ ഡാൻസ് കളിച്ച് അർമാദിച്ച് സന്തോഷിക്കണമെങ്കില് അമ്മ പറഞ്ഞത് സത്യാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവനെ വെറുതെ ഇങ്ങനെ വിട്ടാല് ഇവൻ ചിലപ്പോ എന്റെ കൈ വിട്ടു പോവും. കാണിച്ചു തരാടാ. വണ്ടി വാങ്ങടാ, വണ്ടി വിക്കടാ, വണ്ടി വാങ്ങടാ, വണ്ടി വിക്കടാ. എന്താടി മോളെ? അമ്മ പറഞ്ഞത് സത്യാണെന്നേ. ഇളയവൻ ആരുടെയോ വലയില് വീണിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞാ നീ ഒട്ടും വിശ്വസിക്കില്ലല്ലോ. ഇപ്പൊ എങ്ങനെ മനസ്സിലായി? അവൻ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് പ്രേമഗാനവും പാടി ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നമ്മേ. അപ്പൊ പിന്നെ അവൻ പ്രേമിച്ച ആ പെണ്ണുമായിട്ട് വഴക്കൊക്കെ തീർത്തിട്ടേ രണ്ടുപേരും കൂടി ഒന്നായി കാണും. ഇവൻ ആരുടെ വലയില വീണേന്ന് മാത്രം അറിഞ്ഞൂടല്ലോ. പക്ഷെ ഇവനും മൂത്തവനെ പോലെ ഏതെങ്കിലും പിച്ചക്കാരിയെ വിളിച്ചോണ്ട് വരും. അവൻ അങ്ങനെ വിട്ട ശരിയാവില്ല. ആരംഭത്തിൽ തന്നെ നുള്ളണം. ഇനി എന്താ ആലോചിക്കാനാ? അവൻ അങ്ങോട്ട് പിടിച്ച് 2 കൊടുക്ക്. അമ്മേ, ഇപ്പൊ അവനോട് നമ്മള് കാര്യം പറഞ്ഞാല് അവൻ ചിലപ്പോ പിടി തരില്ല. അതുകൊണ്ട് അവന്റെ കാര്യം നമ്മൾ അറിഞ്ഞൊന്നൊരു സംശയം പോലും തോന്നിക്കാതെ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. സൈലന്റ് ആയിട്ടിരുന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്ത് ചെയ്യാനാ പരിപാടി? ആദ്യം നമുക്ക് ആ പെണ്ണ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതറിയണമെന്നുണ്ടെങ്കിൽ ഇവനെ വിളിച്ച് 2 കൊടുത്താലല്ലേ അറിയൂ. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? അവൾ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവനെ വിളിച്ച് സംസാരിച്ചാലല്ലേ പറ്റുള്ളൂ. ഞാൻ വിളിച്ചു ചോദിച്ച ചിലപ്പോ അവൻ എന്നോട് ഒന്നും പറയണമെന്നില്ല. എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ അവൻ നുണ പറയും. നമുക്ക് പിന്നെ അവനെ സംശയം ഉണ്ടോന്ന് വന്നാ അത് പിന്നെ പ്രശ്നാവും. ഭൂത്തം ചെയ്ത പോലെ എങ്ങാനും ഇവൻ ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോയിട്ട് താല് കെട്ടിട്ട് വന്നാ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? പിന്നെ അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ മോളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ
അവന്റെ അടുത്ത് നമ്മൾ സൂക്ഷിച്ചു നിൽക്കണം. അമ്മ അവനോടൊന്ന് സംസാരിക്കേ. നിങ്ങൾ അവന്റെ മുത്തശ്ശിയല്ലേ? നല്ല രീതിയിൽ നിങ്ങൾ അവന്റെ ഭാഗത്താണെന്ന് അവനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ വേണം അമ്മ അവനോട് സംസാരിക്കാനായിട്ട്. അവൾ ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് അവൾ എന്ത് ചെയ്യണമെന്നും അവളുടെ പ്രേമത്തെ എടുത്ത് തൂക്കി കളയണമെന്നും ഈ കനകരത്നത്തിന് തീരുമാനിക്കാൻ. അത്രയല്ലേ ഉള്ളൂ. ഞാൻ നോക്കിക്കോളാം. ആ പെണ്ണ് ആരാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും. സെൽവി, അമ്മയോട് വേഗം റെഡിയാകാൻ പറ. ഡോക്ടർ അപ്പോയിന്റ്മെന്റ് തന്ന സമയത്ത് തന്നെ ചെല്ലണം. അപ്പോയിന്റ്മെന്റ് സമയം കഴിഞ്ഞിട്ട് ചെന്നാലേ പിന്നെ ഡോക്ടറെ കാണാൻ പറ്റില്ല. വേഗാകട്ടെ. 5 മിനിറ്റ്. ആ, ഗീത, ഇതാ നിന്റെ ഹാൻഡ് ബാഗ്. വാ, ടൈമായി, പോവാം. അച്ഛാ, ആ? ഇത്രയും നേരമായിട്ട് അച്ഛൻ എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ഞാൻ വിളിച്ച ഉടനെ എന്തിനാ അച്ഛൻ ചിരിക്കുന്നത് പോലെ അഭിനയിക്കുന്നേ? ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ വെറുതെ അഭിനയിക്കൊന്നും വേണ്ട അച്ഛാ. മനസ്സുകൊണ്ട് അച്ഛൻ എപ്പോഴും ചിരിക്കണം, സന്തോഷായിട്ട് ഇരിക്കണം. ഇപ്പൊ എന്താ പ്രശ്നം? എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ആലോചിക്കുന്നേ? എല്ലാം നല്ല രീതിക്കല്ലേ പോന്നേ? ഇതുവരെയും എല്ലാം നന്നായിട്ട് പോകുന്നു തന്നെ വിചാരിച്ചിരുന്നേ. പക്ഷേ ഇപ്പൊ നമ്മുടെ കയ്യില് ഒന്നുമില്ലല്ലോ. പൈസയില്ല. കയ്യിലുള്ള പൈസ ആകട്ടെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടും മരുന്ന് വാങ്ങാനും മാസാമാസം വേണ്ടി വരുന്ന ചെക്കപ്പിനും അതിനൊക്കെ മാത്രമേ തികയുള്ളൂ. എന്നാ നിങ്ങളുടെ കല്യാണത്തിനും നിങ്ങളുടെ ഭാവിക്കും വേണ്ടി എൻ്റെ ഒന്നുമില്ല. ഇത്രയധികം പണമൊക്കെ ഇനി എന്നെ കൊണ്ട് എങ്ങനെ സമ്പാദിക്കാൻ പറ്റും? ഇപ്പോഴാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പോലും കുറഞ്ഞു. എന്തൊക്കെ ചെയ്തിട്ടും ഇത്ര വർഷങ്ങളായിട്ടും എനിക്ക് ഇതിൽ കൂടുതലൊന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല. ഇനി അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ആവശ്യങ്ങൾ കൂടി വരികയല്ലേ. അതിനനുസരിച്ച് വരുമാനം എവിടെ നിന്നുണ്ടാകാനാ? നിങ്ങളെങ്ങനെ ഒരു കരക്കെത്തിക്കും ഞാൻ? അച്ഛാ, എന്താ ഇത്? കുട്ടികളെ പോലെ ഇങ്ങനെ പറയാതെ. ഇങ്ങോട്ട് നോക്ക്. ഞങ്ങള് രണ്ടുപേരും പെൺകുട്ടികളാണ്. എങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യുന്ന ഓർത്ത് ഇങ്ങനെ ടെൻഷൻ ആവാതെ അച്ഛാ. ഇങ്ങോട്ട് നോക്കച്ചാ. ശരീരം കൊണ്ട് ചിലപ്പോ ഞങ്ങള് രണ്ടുപേരും വീക്കായിരിക്കും, പക്ഷെ മെന്റലി ഭയങ്കര സ്ട്രോങ്ങാ. ആൺകുട്ടികളെക്കാളും മെന്റലി ഞങ്ങളാണ് സ്ട്രോങ്. ഇപ്പൊ ഞങ്ങൾ ആൺകുട്ടികളായിരുന്നെങ്കിലോ? ആൺകുട്ടികളായതുകൊണ്ട് എങ്ങനെയെങ്കിലും അവര് ജീവിക്കുന്ന വിചാരിച്ചേനെ. ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കില്ലല്ലോ അച്ഛാ. ആദ്യം ഞങ്ങളെ വിശ്വസിക്കച്ചാ. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാളും വളരെ നല്ല ധൈര്യമാണെന്ന് വിശ്വസിക്കച്ചാ. ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടച്ചാ. നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് നിങ്ങളെ നോക്കാൻ പറ്റും. നിങ്ങൾ ഞങ്ങളെ നോക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ. നിങ്ങളുടെ കാര്യം എങ്ങനെ നടക്കുന്നു വിചാരിച്ചിട്ടാ? ഒരെത്തും പിടുത്തമില്ല. നിങ്ങളുടെ ഭാവി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഞങ്ങള് രണ്ടുപേരും ജോലിക്ക് പോണെന്ന് തീരുമാനമെടുത്തു. ഞങ്ങള് സമ്പാദിക്കും, സ്വന്തം കാലിൽ നിൽക്കും. അച്ഛൻ ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവാതെ. ഇപ്പൊ നിങ്ങൾ രണ്ടാളും എന്ത് ജോലിക്ക് പോകാനാ? അച്ഛാ, ഗീതയുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. അതെന്താന്ന് ഇതുവരെ എന്നോട് പോലും പറഞ്ഞിട്ടില്ല. എന്നാലും എനിക്കിവളെ വിശ്വാസാ. എനിക്കിവളെ പോലെ ഇത്ര ധൈര്യത്തോടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കും അതിനുള്ള ധൈര്യം ഉണ്ടാവും. എന്റെ കാര്യം നോക്കാനായിട്ട്, എന്തിനു നിങ്ങളുടെ കാര്യങ്ങൾ വരെ നോക്കാനായിട്ട് നമുക്ക് ഇവളുണ്ടല്ലോ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. ഏട്ടാ, ഇറങ്ങിയാലോ നമുക്ക്? എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല. വാ, നമുക്കിറങ്ങാം. സമയം പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളെങ്ങോട്ടാ പോകുന്നത്? ഞങ്ങള് രണ്ടുപേരും ഒരു ജോലി നോക്കാൻ പോവാ. എന്ത് ജോലിക്കാ മക്കളെ നിങ്ങൾ നോക്കുന്നേ? അത് ഇത്രയും രാവിലെ എഴുന്നേറ്റ് ധൃതി പിടിച്ച്. ഞങ്ങള് രണ്ടുപേരും ഞങ്ങൾക്ക് പറ്റുന്ന ഒരു ജോലി നോക്കാൻ പോവാ. എന്ത് ജോലിക്കാ? അതൊക്കെ വന്നിട്ട് പറയാം മുത്തശ്ശി. മനസ്സിലൊരു ജോലിക്കാരിയുണ്ട്.
അത് നടക്കാൻ പ്രാർത്ഥിക്കുക. അത് ഉറപ്പായി നടക്കും. ഞാൻ എന്തായാലും ഒരു സന്തോഷ വാർത്ത കൊണ്ടേ വരൂ. എന്താ മുത്തശ്ശി, ശരിയല്ലേ? ഞങ്ങള് ചെയ്യാൻ പോകുന്ന ജോലി അറിഞ്ഞാ നിങ്ങൾ എന്തായാലും അത്ഭുതപ്പെടും. അച്ഛാ, ഞങ്ങള് ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ച് അച്ഛൻ കേട്ട് കഴിയുമ്പോ ഉറപ്പായും സന്തോഷിക്കും. വൈകുന്നേരം ഞങ്ങള് വീട്ടിലേക്ക് വന്നതിന് ശേഷം നിങ്ങളോട് വിശദമായിട്ട് പറയാം. എനിക്ക് വിശ്വാസമുണ്ട് മോളെ, നീ ആഗ്രഹിച്ചതൊക്കെ സാധിച്ചെടുക്കുന്ന എനിക്ക് ഉറപ്പാ. ശരി, അപ്പൊ ഇറങ്ങിയാലോ നമുക്ക്? ഇറങ്ങാം. ഏട്ടാ, ഓട്ടോ വിളിച്ചായിരുന്നോ? ഓട്ടോ ഒക്കെ നേരത്തെ വിളിച്ചതാ. അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളും കൂടെ പോരുന്നുണ്ടോ? പോകുന്ന വഴിക്ക് വിട്ടേക്കാം. അച്ഛാ, ഒരു ഓട്ടോയിൽ എങ്ങനെ 5 പേരൊക്കെ കയറി പോകുന്നേ? നിങ്ങൾ പൊക്കോ, ഞങ്ങള് ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ബസ്സിന് പൊക്കോളാം. ശരി. പൈസ ഉണ്ടോ കയ്യില്? ഉണ്ടച്ചാ. ശരി, നോക്കിപ്പോ. നോക്ക്. കേറ്. അവര് കുടുംബമായിട്ട് എങ്ങോട്ടോ പോവാണല്ലോ. അതേടാ, നോക്കാം എങ്ങോട്ടാ പോകുന്നതെന്ന്. അവരെ ഫോളോ ചെയ്യാം. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തുമ്പോ വിളിക്കണേ. ശരി ശരി. പോവാ. ശരി ശരി, ബൈ. ഫോൺ എടുത്തായിരുന്നോ? വാ ഗീത. അവര് രണ്ടുപേരും നടന്നാടാ പോകുന്നത്. ഒരു കാര്യം ചെയ്താലോ, പോയി സംസാരിക്കാം. നീ ആദ്യം വണ്ടി എടുക്ക്. വേണ്ട, ഇങ്ങനെ വഴി വെച്ച് സംസാരിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. നീ സൈലന്റ് ആയിട്ട് ഫോളോ ചെയ്യ്. എങ്ങോട്ടാ പോകുന്നത് നോക്കാം. പോകുന്ന സ്ഥലത്ത് ചെന്നിട്ട് സമാധാനമായിട്ട് സംസാരിക്കാം. ശരി ശരി. എന്താടാ, അവരെ കാണാൻ വേണ്ടി തന്നെയല്ലേ നീ രാവിലെ തന്നെ പൗഡറും പൂശി വണ്ടി എടുത്ത് ഇറങ്ങിയത്? ഇപ്പൊ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് എന്താ കാര്യം? വാ, അടുത്ത് പോയി സംസാരിക്കാം. അവര് ബസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമെന്നാ തോന്നുന്നു. നമുക്ക് അവർക്കൊരു ലിഫ്റ്റ് കൊടുത്താലോ? ചെരുപ്പൂരി അടിക്കുന്ന ഇവരില്ലാത്ത പോലെ സംസാരിക്കല്ലേ നീ. അവരെന്താ സർക്കസിലാണോ ജോലി ചെയ്യുന്നത്? 4 പേര് ഒരുമിച്ച് പോകാനായിട്ട്? അവര് പെൺകുട്ടികളല്ലടാ. നീ പറഞ്ഞത് ശരിയാടാ, ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞതാ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഓട്ടോ എടുത്ത് വരായിരുന്നു. തലവിധി. എടാ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഓട്ടോ ഓടിച്ച് അവരുടെ പുറകെ പോയാലുണ്ടല്ലോ, കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ലടാ. നീ ശരിയാവില്ലെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിന്നു. നാളെ നമ്മുടെ കല്യാണം കഴിയുമ്പോഴേ നമ്മുടെ അമ്മ ഇവരെ കൊണ്ട് ഓട്ടോ കഴിയിപ്പിച്ച് തുടപ്പിച്ച് ഓട്ടോ ഓടിപ്പിക്കുകയും ചെയ്യും. എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോ തന്നെ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. എടാ, അനാവശ്യ കാര്യം പറഞ്ഞാലുണ്ടല്ലോ, ഇടിച്ച് നിന്റെ മുഖം ഞാൻ ചട്നിയാക്കും. വായ അടക്കടാ. ഡാ, ഇങ്ങനെ ഒളിച്ചു നിൽക്കാനാണ് നമ്മൾ ഇത്രയും ദൂരം വന്ന്. നേരിട്ട് പോയി സംസാരിക്കാം. വാ. എടാ, നിക്കടാ. ഇവര് രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോവാണെന്ന് എനിക്ക് തോന്നുന്നേ. നമുക്ക് അവർ ഫോളോ ചെയ്യാം. സാധാരണ ഈ സമയത്ത് അവൻ എന്റെ പുറകെ വരേണ്ടതാണല്ലോ. ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും. വരുന്നാണല്ലോ ഞാൻ വിചാരിച്ചേ, പക്ഷെ കാണുന്നില്ലല്ലോ. അവര് രണ്ടുപേരും അവിടെ നിന്ന് ഒരാളോട് പറയാതെ മറ്റൊരാള് പരിങ്ങിക്കൊണ്ട് നമ്മൾ രണ്ടുപേരും എവിടെയാണെന്നാ നോക്കുന്നത്. എടാ, നീ ഒന്നും മിണ്ടായിരിക്കോ? വെറുതെ നീ ആവശ്യമില്ലാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൂട്ടല്ലേ. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നമ്മളെയാണെന്ന് നീ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ ബാലാജി, കേട്ടോടാ. അതൊക്കെ എന്റെ മനസ്സിന് തന്നെ അറിയാൻ പറ്റൂടാ. അവരുറപ്പായിട്ടും നമ്മളെ തന്നെയാ തെരഞ്ഞോണ്ടിരിക്കുന്നേ. അല്ലെങ്കിൽ നിനക്ക് ഞാൻ നേരിട്ട് കാണിച്ചേ. എടാ, അവര് ഓട്ടോയിൽ കയറിയല്ലോ. ഫോളോ ചെയ്യാ. വാ. പെട്ടെന്ന് വണ്ടി എടുക്കടാ. ഇങ്ങോട്ട് പോടാ. ശരി ശരി, എനിക്കറിയാം ആ വഴിയല്ലേ.
പെട്ടെന്ന് പോടാ. നീ ഒന്ന് അനങ്ങാതിരിക്കും. എന്താടാ ഗോവിന്ദ, ഇവരെവിടേക്കോ പോകുന്നു വിചാരിച്ചിട്ട് ഇങ്ങോട്ടാണല്ലോ വന്ന്. അതാടാ എനിക്കൊന്നും മനസ്സിലാവാത്തത്. ചേച്ചി അനിയത്തി ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങിയ സാധാരണ ഷോപ്പിങ്ങിനല്ലേ പോവുക. അതല്ലേ നമ്മൾ ഫോളോ ചെയ്ത് വന്നത്. ഇവരാണെങ്കിൽ മാളവികയുടെ മാട്രിമോണിയൽ ഓഫീസിലേക്ക് അതിർത്തിയിൽ വന്നത്. ഈ എല്ലാം കയ്യിന്ന് പോയടാ, എല്ലാം കയ്യിന്ന് പോയി. ബാ, നമ്മൾ രണ്ടുപേരും പോയി കാവി ഡ്രസ്സൊക്കെ ഇട്ട് വല്ല സന്യാസത്തിനും പോവാം. ചിലിച്ചിലിന്ന് അടിച്ച് വല്ല ഭജനയും പാടി നടക്കാം. എടാ എന്താ നീ പറയുന്നത്? അതേടാ, ഇതാടാ സത്യം. ചേട്ടത്തി അനിയത്തി ഓട്ടോ പിടിച്ച് മാട്രിമോണി ഓഫീസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? രണ്ടുപേരും ആരും അറിയാതെ വന്ന് നല്ല ആലോചന നോക്കി സെറ്റ് ചെയ്തിട്ട് സന്തോഷമായിട്ട് കല്യാണമൊക്കെ കഴിച്ച് ഭാവിയിൽ സെറ്റിൽ ആവണമെന്ന് പ്ലാൻ ചെയ്തേക്കോടാ. എടാ, അവർക്ക് അതിന് ഈ ഓഫീസിലേക്ക് വരേണ്ട കാര്യം എന്താ ബാലാജി? നമ്മളല്ലേ എപ്പോഴും അവരുടെ പുറകെ പോകുന്നത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വൃത്തികെട്ട മോന്ത അവർക്ക് പിടിച്ചില്ലെന്നാ തോന്നുന്നു. എടാ, വൃത്തികെട്ട മോത്തിന്റെ കാറ്റഗറിയിൽ എന്നെ ചേർക്കുന്ന എന്തിനാ? നിന്റെ സ്വന്തം പേരങ്ങ് പറഞ്ഞാ പോരെ, എന്നെ അതിൽ ഉൾപ്പെടുത്തണ്ട. ഈ എന്നെയുണ്ടല്ലോ, ചെറുപ്പത്തിൽ പൗഡറിന്റെ പരസ്യത്തിനും കുട്ടികളുടെ സോപ്പിന്റെ പരസ്യത്തിനും എത്ര തവണ വിളിച്ചെന്നറിയോ? പരസ്യത്തിനകത്ത് എന്റെ മുഖം വന്ന കണ്ണു തട്ടുമെന്ന് പറഞ്ഞ മുത്തശ്ശിയാ സമ്മതിക്കാതിരുന്ന. അമ്മ കുറെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയതാ. അതേടാ, ചെറിയ പ്രായത്തിൽ നിന്നെ താടിയുടെ പരസ്യത്തിന് വിളിച്ചിട്ടുണ്ട്. ഒന്ന് പോടാന്ന്. കെട്ടാനിരുന്ന പെണ്ണുങ്ങൾ കയ്യിന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴവന്റെ ഒരു പഴയ കഥയായിട്ട് ഇറങ്ങിയേക്കുന്നത്. നീ വലിയ അരവിന്ദ് സ്വാമി ആയിരുന്നെങ്കിലേ ആ പെണ്ണ് നിന്നെ ഇഷ്ടമല്ലാതെ എന്തിനാ പുതിയ ആലോചന നോക്കി ഇങ്ങോട്ട് വന്നത്? അതാടാ എനിക്കും മനസ്സിലാവാത്തത്. അവളുടെ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന് എനിക്കറിയാം. മനഃപൂർവ്വം എങ്ങനെയൊക്കെ കാണിക്കാന്ന് ഞാൻ വിചാരിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രതീക്ഷയിലടാ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണോടാ ബാലാജി. എന്താടാ ചെയ്യാൻ പോകുന്നത്?